സംസ്ഥാന GST വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പരിശോധന 350 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 101 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടത്തുന്നത്. വ്യാജ GST രജിസ്ട്രേഷൻ നിർമ്മിച്ച് അനധികൃത വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് റെയ്ഡ്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, എന്താണ് ഇങ്ങനെ സംസ്ഥാന വ്യാപക പരിശോധനയുടെ സാഹചര്യം? 350 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 101ഓളം കേന്ദ്രങ്ങളിലാണ് നിലവിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 5 മണിക്ക് ആരംഭിച്ച ഈ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വേണു, വ്യാജ GST രജിസ്ട്രേഷൻ നിർമ്മിച്ച് അനധികൃത വ്യാപാരം നടത്തുന്നു എന്ന വിവരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന ഇപ്പോൾ നടത്തിവരുന്ന സാഹചര്യം ഉണ്ടായത്. സംസ്ഥാനത്ത് വ്യാജ GST രജിസ്ട്രേഷനിൽ 1200 കോടി രൂപയുടെ വ്യാപാരം നടന്നതായി GST അധികൃതർ കരുതുന്നു. അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പാലക്കാട് ഓങ്ങല്ലൂരിലെ സ്ക്രാപ്പ് ഗോഡൌണുകളിലും മറ്റും പരിശോധനകൾ നടന്നിട്ടുണ്ട്. നിരവധി ഇടങ്ങളിൽ നിന്ന് വിവിധ ഇടങ്ങളിൽ നിന്ന് നിരവധി പേർ ഇതിനോടകം തന്നെ കസ്റ്റഡിയിലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇതിന്റെ ഒരു കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ റെയ്ഡ് നടത്തിയ സ്ഥലങ്ങളിലെ വിവരങ്ങളും അടക്കം തന്നെ കസ്റ്റഡിയിലെടുത്ത ആളുകളുടെ വിവരങ്ങളും ഇന്ന് വൈകിട്ടോട് കൂടി ലഭ്യമായേക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊച്ചി രാജഗിരിയിൽ വെച്ചാണ് ഇവരുടെ ഒരു എല്ലാ വിവരങ്ങളും ചേർത്തിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുക. വൈകിട്ടോട് കൂടി അത് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും GST വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ പെട്ടെന്നുള്ള മിന്നൽ റെയ്ഡിന്റെ സാഹചര്യം എന്നുള്ളത് വ്യാപകമായിട്ടുള്ള തട്ടിപ്പ് ഇതിന്റെ മറവിൽ നടക്കുന്നു എന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ശരി, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.